ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയ. ഇപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവർ എക്സാമുകളിൽ ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡ്രൈവർ എക്സാമുകളുടെയൊക്കെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, എനിക്ക് ഇത്ര വയസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് ഫോണിലൂടെ കോൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിലൂടെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂട്യൂബിന്റെ കമന്റ്സ് ആയിട്ടൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും അധികം ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് 26 വയസ്സ് അല്ലെങ്കിൽ എനിക്ക് 28 വയസ്സായി അല്ലെങ്കിൽ എനിക്കൊരു 33 വയസ്സായി, എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ എനിക്ക് OBC റിസർവേഷൻ ഉണ്ട് 3 വർഷം, അപ്പൊ ഞാൻ എത്ര വരെ ഉൾപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകൾ ഉണ്ട്. ആ ഡൗട്ടിന്റെ ഒരു ക്ലാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഡ്രൈവർ എക്സാമുകൾ ഉണ്ടല്ലോ, ആ എക്സാമുകളുടെ ഒക്കത്തിന്റെയും ഏജിന്റെ ലിമിറ്റ് ഒന്ന് നോക്കാം. എത്ര മുതൽ എത്ര വരെ ഏജ് ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുക. ഇതെല്ലാം പറയുന്നത് ലാസ്റ്റ് നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ലാസ്റ്റ് നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ ഏജ് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഏജുമായി ബന്ധപ്പെട്ടാണ്. കാരണം മേ ബി PSC ചില സമയങ്ങളിൽ ഏജ് ചേഞ്ച് വരുത്താറുണ്ട്. ആദ്യകാലങ്ങളിൽ ചില യൂണിഫോം എക്സാമുകൾക്ക് 44 വരെയൊക്കെ കൊടുത്ത സമയങ്ങളിൽ പിന്നെ 39 കൊടുത്തു, പിന്നെ അത് 36 ആക്കി ചുരുക്കിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഡ്രൈവർ അല്ലെ നമ്മളെ ഫോഴ്സിലോട്ടുള്ള ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 28 ആ ഒരു റേഞ്ചിലാണ് മാക്സിമം കൊടുക്കുന്നത്. സോ ആ എക്സാമായി ഇനി വരാൻ പോകുന്ന എക്സാമുകൾ അല്ലെങ്കിൽ ഇപ്പൊ നടന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന ഏജിലുള്ള ആളുകൾക്ക് ഇന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മളുടെ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ട ഏജ് ലിമിറ്റ് ഓരോന്നോരോന്നായി. അപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മളെ ഫയർമാൻ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്നുള്ള പോസ്റ്റ് അല്ലെ. ഷോർട്ട് ആയിട്ട് ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 26 ആണ്. അത് യൂണിഫോം പോസ്റ്റുകളിൽ ഏറ്റവും കുറഞ്ഞ ഏജ് ലിമിറ്റ് വരുന്ന, ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എഴുതാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഫയർ ആണ്. ഫയർഫോഴ്സിലോട്ടുള്ള അതായത് അവർക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഏജ് കുറഞ്ഞിട്ടുള്ള ചുള്ളൻ ചെക്കന്മാരെ മാത്രം മതി ഫോഴ്സിലോട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. 26ാമത്തെ ഏജിന്റെ ഉള്ളിൽ വരെ ഉള്ള ആളുകൾക്ക് അതിൽ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫിസിക്കലി ഫിറ്റും കൂടി, അതാണ് അതിന്റെ ഉദ്ദേശം കേട്ടോ. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. 26 കഴിഞ്ഞാലും ചുള്ളൻ ചെക്കന്മാരുണ്ടാവും, പക്ഷെ ഫിസിക്കലി ഫിറ്റ് ആണ്, അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 18 മുതൽ 26 വരെയാണ് അതിന്റെ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ജസ്റ്റ് പറയണ്ടേ, ഈ 18 എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് ബേസിക്കലി കൊടുത്തു എന്നുള്ളൂ. പക്ഷെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിന് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെവി ലൈസൻസ് അല്ലെ, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട ഒരു പോസ്റ്റാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ എന്ന് പറയുന്നത്. ആണല്ലോ, നമുക്ക് 18ാമത്തെ വയസ്സിൽ എന്തായാലും ഒരാൾക്ക് ഹെവി കിട്ടൂലല്ലോ. അങ്ങനെ കൂടി ചിന്തിക്കാലോ. നമ്മൾ ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ഒരാൾക്ക് ട്രാൻസ്പോർട്ട് വാഹനത്തെ ഓടിക്കാനുള്ള അല്ലെ അല്ലെങ്കിൽ ഹെവി ലൈസൻസ് കിട്ടാനുള്ള ഏറ്റവും മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, 20 ആണ് അല്ലെ. 20 ഏറ്റവും മിനിമം പ്രായപരിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, നമ്മൾ ഏത് ഏജിലാണോ എടുത്തിട്ടുള്ളത് ലൈസൻസ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് 1 വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കണം അല്ലെ. 1 വർഷത്തെ എക്സ്പീരിയൻസ്, ലൈറ്റ് മോട്ടോർ വാഹനം ഓടിച്ചിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഹെവി കൊടുക്കുള്ളൂ. അതായത് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾ ഒരു 20ാമത്തെ വയസ്സിൽ LMV എടുത്തു, ദെൻ നെക്സ്റ്റ് 21 അയാൾക്ക് എന്ത് ചെയ്യാം, ഹെവി മോട്ടോർ വെഹിക്കിൾ എടുക്കാം, കാരണം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. പക്ഷെ ഒരാൾ 18ാം വയസ്സിൽ LMV എടുത്തിട്ട് 19ാമത്തെ വയസ്സിൽ അയാൾക്ക് എന്തില്ല, ഹെവി കിട്ടൂല. സോ ഇവിടെ 18 to 26 PSC ലിസ്റ്റ് പ്രകാരം കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പ്രകാരം കൊടുക്കാറുണ്ട്. പക്ഷെ 20 ആയാലേ ഒരാൾക്ക് എന്ത് കിട്ടുള്ളൂ, ഹെവി കിട്ടുള്ളൂ എന്നുള്ളത് അവിടെ ഒരു സത്യാവസ്ഥയായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഇനി ഇതില് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സംശയം പറഞ്ഞുതരാം. കാരണം 26 ആയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ ആ വർഷമായിരിക്കും 26 ആവുന്നത്, അല്ലെങ്കിൽ ആ മാസമായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്ന മന്തിനായിരിക്കും 26 ആവുന്നത്, അല്ലെങ്കിൽ 26 കഴിയുന്നത്. അപ്പൊ എനിക്ക് 26 കഴിഞ്ഞു, എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാ സമയത്തും നോട്ടിഫിക്കേഷന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു പാരഗ്രാഫ് PSC കൊടുക്കാറുണ്ട്. നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള എക്സാമ്പിൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാറുണ്ട്. കാരണം ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ, ഇതിപ്പോ ഒരു എക്സാമ്പിൾ കൊടുത്തേ, തൊട്ട് മുന്നേ നടന്ന നോട്ടിഫിക്കേഷൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, 2/1/1998 1/1/2006 അല്ലെ. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ദിസ് പോസ്റ്റ്. അത് ഈ 2 ഡേറ്റ്, അതായത് 1/1/2006 മുതൽ അല്ലെ അതിന് മുന്നോട്ട് 2005 2004 2003 2002 2/1/98 വരെ ഉള്ള ആ ഗ്യാപ്പിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ അതിൽ കൊടുക്കാറുണ്ട്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്. അത് നോട്ടിഫിക്കേഷൻ വരുന്ന വർഷത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. തൊട്ട് മുന്നത്തെ വർഷത്തിന്റെ ഒരു ഡേറ്റ്, മന്തിൽ ഫസ്റ്റ് ഡേറ്റ് ആയിരിക്കും അതിന്റെ എൻഡ് ഡേറ്റ് ആയിട്ട് വെക്കുന്നത് കേട്ടോ. അതാണ് വരുന്നത്. പിന്നെ നോർമലി OBCക്ക് 3 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കും, SC/STക്ക് 5 വർഷത്തെ ഇളവ് നിലവിൽ കിട്ടുന്നുണ്ട്. അതാണ് നോർമൽ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ 18 മുതൽ 26 വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞത്. അതിൽ ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ആയിരിക്കുക. അതായത് ഇപ്പൊ ഇവിടെ നോക്കിയാൽ 1/1/2006 ഉള്ളിൽ 1/1/2006 പറ്റും. ഈ 2/1/2006 ആവുമ്പോ എന്ത് ചെയ്യും അല്ലെ, അത് മാറില്ലേ, മാറി. അപ്പൊ അത് ഉൾപ്പെടൂല. അങ്ങനെയുള്ള കാര്യം കൂടി ആ ഒരു ഏജ് ലിമിറ്റിൽ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ ഡേറ്റ് കിട്ടുക. കാരണം നമ്മൾ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യം ഈ ഒരു സംഭവമായിരുന്നു. ഈ മാസമാണ് ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ പറ്റുമോ. സോ നമ്മൾ തന്നെ പെട്ടെന്ന് ഒരാളുടെ എനിക്ക് 26 വയസ്സാണെങ്കിൽ എഴുതാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഏജിന്റെ ഉള്ളിലാണോ എന്നുള്ള നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യുക. നമ്മളെല്ലാവരും നോട്ടിഫിക്കേഷൻ കാണണ്ടാവും, പക്ഷെ ഈ ഒരു പാരഗ്രാഫ് ഒന്നും അധികം ആൾക്കാർ വായിക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ഈ 18-26 കാണും, നേരെ പോകും. അതിന് തൊട്ട് താഴത്തെ ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് അതിന്റെ ഒരു ശരിയായ അവസ്ഥ, സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഇതിൽ നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഫയറിന് 18 മുതൽ 26. അപ്പൊ ഫയറിന്റെ ഏജ് ലിമിറ്റ് നിലവിൽ 26ാമത്തെ വയസ്സ് വരെയാണ്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക. അല്ലേ, അതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞ് 20 മുതൽ 28 വരെയാണ്. ഫയർ 26 ആയിരുന്നു. സോ നെക്സ്റ്റ് 28. ഇതിൽ നോക്കൂ 20 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് പിന്നെ നമുക്ക് ഒന്നുകൂടി ഓക്കെ ക്ലിയർ ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിലും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ലൈസൻസ് ചെയ്തില്ല, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഈ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 20 വയസ്സായിരിക്കണം, മിനിമം 20 വയസ്സെങ്കിലും ആകണം. അപ്പൊ 20 വയസ്സായി കഴിഞ്ഞാൽ, അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താ, 20 മുതൽ 28 വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 എക്സാമുകൾ എഴുതാൻ ചിന്തിക്കുന്ന, പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. 20 മുതൽ 28 വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ്. ആകെ ഒരു 8 വർഷം വയസ്സിന്റെ ഇടയിൽ ഗ്യാപ്പുള്ള ആളുകളെ അതിലുണ്ടാവുള്ളൂ അല്ലേ. ആ 8 വർഷം ഗ്യാപ്പുള്ള ആളുകൾക്കിടയിൽ ഹെവി ലൈസൻസ് കൂടി ഉള്ള ആളുകളെ എന്ത് ചെയ്യുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്യുള്ളൂ. അത് മാത്രമാണോ നോക്കുന്നത്, അത് ഫിസിക്കലി ഫിറ്റ് ആണോ നോക്കണം അല്ലെ. ആ കാര്യങ്ങളൊക്കെ നോക്കില്ല. അപ്പോൾ ജസ്റ്റ് അപ്ലിക്കേഷൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറിലൊക്കെ അപ്ലിക്കേഷൻസിന്റെ എണ്ണം കുറയുന്നതിനുള്ള കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഏജ് എന്ന് പറയുന്നത് വെരി ക്രൂഷ്യൽ ആണ്. സോ ഇത് ഇപ്പൊ ഓരോ വർഷങ്ങളിലും എക്സാം നടക്കുന്നത് കാരണം ഒരു 21-ലോ 22-ലൊക്കെ ലൈസൻസ് എടുത്ത ഒരാൾ 21 ആയിട്ടുണ്ട് ഹെവി എടുത്തപ്പോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 or 3 തവണയൊക്കെ എന്തായാലും എക്സാം എഴുതാൻ ചാൻസ് കിട്ടും ലൈഫിൽ. കണ്ടിന്യൂസ് ആകുമ്പോൾ ഒരു 3 or 4 വർഷം 4 തവണയൊക്കെ ഇയർലി എക്സാം നടക്കുന്നത് കാരണം കിട്ടും. 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ഭാഗ്യമുള്ള ആൾക്ക് 2 വട്ടം കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എക്സാം എഴുതാൻ തന്നെ ചാൻസ് കിട്ടുള്ളൂ. സോ യൂണിഫോം പോസ്റ്റുകൾ 1 വർഷത്തേക്ക് റാങ്ക് ലിസ്റ്റ് ആക്കിയത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനുള്ള ചാൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണെന്ന് പറയാം അല്ലെ. ഈ വർഷം 2024 എഴുതി ഇല്ല, കിട്ടിയില്ല. 2025 നമുക്ക് വീണ്ടും എഴുതാം. 2025 കുറച്ച് എഴുതി, കുറച്ച് റാങ്ക് ലിസ്റ്റിൽ കുറച്ചെടുത്ത് താഴെയാണ് വന്നത്. ഇപ്പൊ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും എഴുതിയിട്ട് മുകളിലോട്ട് ശ്രമിക്കാം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ 26-ഉം 28-ഉം അതിൽ 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 20 കഴിഞ്ഞ് 21-ലായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പൊ വിളിച്ചിട്ടുണ്ടാവില്ല. 3 വർഷം കഴിഞ്ഞ് വിളിക്കുമ്പോഴത്തേന് 23 ആയിട്ടുണ്ടാവും, പിന്നെ 26 ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന് ഏജ് ഔട്ട് ആവും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇതിന്റെ എന്ത് ചെയ്യാം, 20 മുതൽ 28 വരെയാണ് പോലീസ് ഡ്രൈവറിനെ നോക്കുക. ഇതിലും ഞാൻ ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേട്ടോ. ഇത് മാറുവേ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചും. ഈ 2006, 2005, 2004, 2003 അല്ലെങ്കിൽ 2007, 2008 ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് ആ കാലത്തിനനുസരിച്ച് കേട്ടോ. സോ OBC 3 വർഷം, SC/ST 5 വർഷം, സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഫയർ പറഞ്ഞു, പോലീസ് പറഞ്ഞു. ഫയറിന്റെ 26 ആണ്, പോലീസിന്റെ 28 ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് അടുത്തെന്ന് പറയാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഇതിലിപ്പോ നമുക്ക് ഇക്കുറി വന്നപ്പോ ഡ്രൈവർ വിത്ത് ഡ്രൈവർ ആയിരുന്നു. വാർഡ് ഡ്രൈവർ കം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റ് അല്ലെ. ഇതിന്റെ ഏജ് ലിമിറ്റ്, ഇതൊരു യൂണിഫോം പോസ്റ്റ് തന്നെയാണ്, കുറച്ച് നല്ലൊരു പോസ്റ്റും ആണ്, കുറച്ച് നല്ല രീതിയിൽ വരുന്ന എക്സാമും ആണ് അല്ലെ. ആ എക്സാമിന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. ഇതിന് പ്ലസ് OBCക്ക് 3 കിട്ടും, പ്ലസ് SCക്ക് എന്ത് കിട്ടും, 5 കിട്ടും. അത് 28-30 വയസ്സ് 28 വയസ്സ് ആയ ഒരാള് ഇനി എനിക്ക് പോലീസ് എക്സാം എഴുതാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ഇനി ഫയർ എക്സാം എഴുതാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കണ്ട.
അടുത്തൊരു യൂണിഫോം പോസ്റ്റ് ഉണ്ട് പ്രിസൺ കം ഡ്രൈവർ. പക്ഷെ ഇതിന്റെ 3 വർഷത്തേക്കാണ് നിലവിൽ ലിസ്റ്റിന്റെ വാലിഡിറ്റി. ഇനി ഈ ലിസ്റ്റിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ലിസ്റ്റ് കഴിയുന്നത് വരെ 1 വർഷത്തിനുള്ളിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ 1 വർഷം, മിനിമം 1 വർഷം, അങ്ങനെ ആ ഒരു പീരീഡ് അതിൽ കാണിച്ചിട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ബോത്ത് ഡേറ്റ്സ് ഇങ്ങനെയുള്ള ഡേറ്റ്സ് കൊടുത്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ പ്രിസന്റത് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പ്രിസൺ എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മളൊരു യൂണിഫോം പോസ്റ്റുകളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് യൂണിഫോം പോസ്റ്റ് അല്ലാതെ നോർമലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറെയും ഡ്രൈവർ എക്സാമുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് 36. സ്വാഭാവികമായിട്ട് നമ്മളൊരു PSC പറയുന്ന പോലെ തന്നെ 18 മുതൽ 36 വരെയൊക്കെയാണ് നമുക്ക് OAക്കൊക്കെ ഉള്ള ലിമിറ്റ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ഡ്രൈവർ പറയുന്നത് 23 മുതൽ 36 വയസ്സ് വരെ കേട്ടോ. ഫോറസ്റ്റ് ഡ്രൈവർ ഞാൻ ജസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവറിലൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇവിടെ മാറിയിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. 23 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു പീരിയഡ്, ഏജിന്റെ പീരിയഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ജസ്റ്റ് ഇനി ഇപ്പൊ നിങ്ങളൊരു 22, 23, 24, 25 നിൽക്കുന്ന ഒരാളുകളാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന അത്രയൊരു ചാൻസ്, എക്സാം എഴുതാൻ കിട്ടുന്ന ചാൻസ് നിങ്ങൾക്ക് കിട്ടൂല. സോ ഏറ്റവും ചെറുപ്പമായി നിൽക്കുന്ന സമയമാണ് ഇപ്പൊ തന്നെ എക്സാം എഴുതുക. അതല്ല ഒരു 28 മുകളിലാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന എക്സാം ഏതാ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടും, ഏതൊരു ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് CCയിൽ നമ്മളെ ലോങ് ടേം ബാച്ച്, ഡ്രൈവറിന്റെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.